നമസ്കാരം, സുധീഷാണ്. നമ്മളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം വീട്ടിലത്തെ എനർജിയാണ്. ഈ വീട്ടിലത്തെ എനർജി ഹൈ പോസിറ്റീവാക്കി വെക്കാനായിട്ട് നമുക്ക് സാധാരണ എളുപ്പമല്ല. അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. എപ്പോഴും വീട്ടിൽ എന്തെങ്കിലും എനർജി ഇഷ്യൂസ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ സാധാരണ വിചാരിക്കുന്നു ഇത് ഏതാണ്ട് ഒരു ശത്രു നമ്മളെ ഉപദ്രവിക്കുന്നതാണ്, ശത്രുവിൻ്റെ ഒരു ബ്ലാക്ക് മാജിക്കാണ്, അവിചാരദോഷമാണ്, ബാധകളാണെന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ വരാണ്ട് ഒരാൾ ചെയ്തിട്ടുണ്ടെന്ന്. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട, അതായത് ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വിചാരിക്കാം. പക്ഷേ സ്ഥായിയായിട്ട് ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ നെഗറ്റീവ് എനർജി ആണെന്ന് വിചാരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയി വൈകുന്നേരം വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ആ എനർജി ശരിക്കും സെൻസ് ചെയ്യാൻ കഴിവുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്ഥായിയായിട്ട് അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി 2-3 വീഡിയോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫസ്റ്റ് വീഡിയോ ആണത്. അതിനകത്ത് ഞാൻ മോണിറ്റർ ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, നമ്മുടെ വീട്ടിലുള്ള ചെടികൾ, വീടിനകത്തും പുറത്തും ഇരിക്കുന്നതായ ചെടികൾ, ഈ ചെടികൾ ഉണ്ടാക്കുന്നതായ ഊർജം അത് ചെറിയ ഊർജ്ജമല്ല, നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. ചെടികളുടെ ഊർജം, ചെടികളുടെ എനർജി പോസിറ്റീവ് ആണെങ്കിൽ ആ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും, നെഗറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണ് ചെടികൾ? ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ചെടികളൊക്കെ പരമാവധി ഞാൻ അത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം. എൻ്റെ വീട്ടിലല്ല, പുറത്ത് പോയിട്ട് വേറെ എവിടെയും സ്ഥലത്ത് പോയിട്ട് അങ്ങനത്തെ ചെടികളുടെ എനർജി ഞാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1-2 വീഡിയോസ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ ഡൗസിങ് റോഡിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് മുമ്പ് ഒരാൾ എന്നോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ പിടിക്കാനായിട്ട് ഒരാളില്ലാത്തതുകൊണ്ട് ആണത് ചെയ്യാണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ ഞാനിപ്പോൾ ഇത്തിരി ഫ്രീ ആയി, അതുപോലെ പിടിക്കാനുള്ള ആളുകളെയൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്ത് ഇടാൻ ശ്രമിക്കാം. വേറെ എവിടെയെങ്കിലുമൊക്കെ ആളുകളുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ചെടികളും കൂടി ഞാൻ റെക്കോർഡ് ചെയ്ത് ഇടാം. അപ്പോൾ വിവിധ ഇനം ചെടികൾ, ഇപ്പോൾ നമുക്ക് ചെടി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ക്രേസ് ഉള്ളതാണ്. പല പല ചെടികളുണ്ടോ നമ്മുടെ വീട്ടിൽ. ഇപ്പോൾ ഒരാളുടെ വീട്ടിലെ ചെടിയല്ല വേറെ ആളുടെ വീട്ടിൽ. അപ്പോൾ എല്ലാ ചെടികളും എടുക്കാനായിട്ട് എനിക്ക് നിർവാഹമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെടികൾ. അപ്പോൾ ഏതൊക്കെ ചെടികൾ പോസിറ്റീവാണ്, ഏതെല്ലാം ചെടികൾ നെഗറ്റീവാണെന്ന് ഞാൻ എക്സാമ്പിൾസ് കാണിച്ചു തരാം. നിങ്ങൾ സ്വന്തമായിട്ട് റോഡ് മേടിക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്യുക. ഇത് വെച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. ഇതിനുവേണ്ടി നിങ്ങൾ ആളെ വിളിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചെയ്യുക. അതേപോലെ തന്നെ വീട്ടിലിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇതുപോലെ തന്നെ നിങ്ങളത് നോക്കിയേ പറ്റൂ. അപ്പോൾ മണി പ്ലാന്റ് തന്നെ നമ്മൾ ഉറന്ന് നോക്കുമ്പോൾ മണി പ്ലാന്റ് നോർമലി പോസിറ്റീവാണ്. നെഗറ്റീവായിട്ടുള്ള മണി പ്ലാന്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലല്ല, വേറൊരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ് ആ വീഡിയോ. അപ്പോൾ നെഗറ്റീവായിട്ടുള്ളൊരു മണി പ്ലാന്റ് ഉണ്ട്, അത് പുറപ്പെടുവിക്കുന്ന എനർജി നെഗറ്റീവാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ പുറകെ എൻ്റെ ഫൈൻഡിങ്സ് ഞാൻ എൻ്റെ പുറകെ ഇടുന്നതായിരിക്കും. കണ്ടിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും നമസ്കാരം. ഡൗസിങ് റോഡിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് കാണിക്കണമെന്ന് ആളുകൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് നമുക്കൊരു സമയം കിട്ടിയത് പിടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതാണ് ഡൗസിങ് റോഡ്. 2 L ഷേപ്പിലുള്ള റോഡുകളാണ്. ഇപ്പോൾ അത് നമുക്ക് ചെടികളുടെ ഒരു ഓറ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ചെറിയ ചെടികളുടെ ഓറയിലോട്ട് ഒന്ന് പോകുമ്പോൾ എങ്ങനെയാണ് കാണിക്കാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് 2 റോഡുകളും വിടർന്ന് പോകുന്നത്, പുറത്തേക്ക് വിടർന്ന് പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ അതായത് അടുത്ത ചെടിയിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാമോ? ചെടികൾ നമ്മൾ നോക്കുമ്പോൾ ചെടികൾക്കെല്ലാം നല്ല ഹൈ പോസിറ്റീവ് എനർജിയാണ്, എല്ലാം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ചെടികളൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ പുറത്തേക്ക് വൈഡായിട്ട് തന്നെ കാണിക്കുന്നത് എന്ന് വെച്ചാൽ അത് പോസിറ്റീവ് എനർജിയാണ് ചെടികൾക്കുള്ളതെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇനി നെഗറ്റീവ് എനർജിയുള്ള ചെടി ഉണ്ടാകുന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇരിക്കണതൊക്കെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് റോഡ് നമ്മളൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്നത് പോസിറ്റീവായിട്ടുള്ള ചെടികളൊക്കെയാണ്. ഇനി നമുക്ക് വേറെ സ്ഥലങ്ങളിലോട്ട് പോയിട്ട് നോക്കാം നെഗറ്റീവായിട്ടുള്ള എനർജീസ് എവിടെയാണ് ഉള്ളതെന്നുള്ളത്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചെടിയും നെഗറ്റീവായിട്ടുള്ള ചെടിയുടെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ചെടി ഒന്ന് പിടിച്ചേ, മുകളിലുള്ള ചെടി, മുകളിലുള്ള ചെടി നമുക്ക് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് താഴേക്കുള്ള ചെടി കൂടി ചെക്ക് ചെയ്യാം. നെഗറ്റീവാണ്. അപ്പോൾ
അതെന്താ ചേട്ടൻ്റെ പേര്? ഈ ചേട്ടൻ്റെ പേര് അറിയോ? ആ ഈ ചെടി ഇതാ നെഗറ്റീവാണ് കണ്ടോ. അപ്പോൾ ഇതുപോലത്തെ ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റാൻ ശ്രമിക്കുക. കാരണം ഇത് നെഗറ്റീവാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേ റോഡ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ചെടികളെയും പരിശോധിക്കാൻ പറ്റും. ഈ ഇപ്പുറത്തുള്ള നോക്കിയാൽ അതിൻ്റെ ഇപ്പുറത്തുള്ളത് ആ വെള്ള അത് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് ഈ ചെടികൾ മാറ്റണം. നെഗറ്റീവ് ചെടി നമുക്ക് വേണ്ട. മുകളിലുള്ള ചെടി കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് മാറുന്നുണ്ടോ കേട്ടോ, നല്ല ഹൈ പോസിറ്റീവാണ് ആ ചെടി മുകളിലുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നെഗറ്റിവിറ്റി വീട്ടിലുള്ളതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മൾ പഴയ വസ്തുക്കൾ സൂക്ഷിക്കുന്നതുകൊണ്ട് നെഗറ്റിവിറ്റി വരുന്നുണ്ട്, ചെടികൾ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോന്നും വിശദമായിട്ട് നമുക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമസ്കാരം. നമ്മൾ ഈ റോഡിൻ്റെ ഉപയോഗം, ഡൗസിങ് റോഡിൻ്റെ ഉപയോഗത്തെപ്പറ്റി വിശദമായിട്ടൊന്ന് കാണിക്കാമെന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികൾ നമ്മൾ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ ചെടികൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നമുക്ക് റോഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ ഏരിയ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സമൃദ്ധിയായിട്ടുള്ള ഒരു ചെടിയാണ് ചെമ്പരത്തി. ഈ ചെമ്പരത്തിനെ നമുക്കൊന്ന് നോക്കാം. ചെമ്പരത്തി പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. റോഡിൻ്റെ രണ്ട് റോഡും അങ്ങോട്ടും ഇങ്ങോട്ടും അകന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവാണ്. ഇത് വേറൊരു ചെടിയാണ്, നിശാഗന്ധി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറുള്ള ചെടിയാണ്. ഇത് നല്ല ഹൈ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, രണ്ട് സൈഡിലേക്കും അകന്നു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വലിയ വിലയെല്ലാം കൊടുത്ത് വാങ്ങുന്ന ഒരു ചെടിയാണ് ഈ അഗ്ലോണിമ എന്ന് പറഞ്ഞ ചെടി. അത് ഇവിടെ നിൽക്കുന്നുണ്ട്, മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നിൽക്കുന്ന ഇത്തിരി ഫ്രഷ് ആയിട്ടുള്ള ചെടിയാണ്, അത് നോക്കാം നമുക്ക്. അത് നമുക്ക് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ചിലയിടത്തേക്ക് ചെല്ലുമ്പോൾ രണ്ട് റാഡുകളും തമ്മിൽ കൂട്ടിമുട്ടുന്നു കേട്ടോ, ക്രോസ് ചെയ്ത് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അഗ്ലോണിമ എന്ന് പറഞ്ഞ ചെടി ഉള്ള ആൾക്കാർ, അഗ്ലോണിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ ഇങ്ങനെ ഭംഗിയുള്ള ഇലകളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ്. ഇത് പല കളറുകളിലും ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ നോക്കിയേക്കണത് ഈ പച്ച ഇലയുള്ള ഒരു ചെടിയാണ്. ഇതിനി നമുക്ക് വേറെയും കളറുകളിൽ റെഡ് കളറിലുള്ള ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കുക, ഈ റോഡ് വാങ്ങിയിട്ട് നോക്കുക. റോഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്, ചെറിയ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ റോഡ്. ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നെഗറ്റീവായിട്ടുള്ള ചെടിയാണ്, ഇതിലേക്ക് നിൽക്കുമ്പോഴും ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചെടികൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് നീക്കം ചെയ്യുക. നമുക്കിനി തുളസി ഒന്ന് നോക്കിക്കളയാം. തുളസിയാണ് നമ്മൾ നോക്കുന്നത്. തുളസി വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. രണ്ട് റോഡും അകന്നു പോകുന്നുണ്ടോ. ഇത്രയും നമ്മൾ മറ്റേ ചെടി കിട്ടിയില്ല, പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ റാഡ് ശരിക്കും പൂർണ്ണമായിട്ടും രണ്ട് സൈഡിലേക്കും അകന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ തുളസിച്ചെടി ഹൈ പോസിറ്റീവാണ്. നിങ്ങളുടെ വീടുകളിൽ തുളസിച്ചെടി നട്ടു വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തുളസി വെക്കുക, സൈഡുകളിൽ 4 വശങ്ങളിലും വേണമെങ്കിൽ തുളസി വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് ചെടി ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ വീട്ടിലുള്ളൊരു വേറൊരു ചെടിയാണ് പനിക്കൂർക്ക. പനിക്കൂർക്ക വേറെയും കളറിലുള്ള ഇലകൾ കണ്ടിട്ടുണ്ട്. പനിക്കൂറിനൊക്കെ നമുക്കൊന്ന് നോക്കാം. ഹൈ പോസിറ്റീവാണ്, തുളസി പോലെ തന്നെ ഹൈ പോസിറ്റീവാണ്. റോഡ് രണ്ട് സൈഡിലേക്കും വിടർന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവാണ്. പനിക്കൂർക്ക നിങ്ങൾക്ക് ധൈര്യമായിട്ട് നട്ടുപിടിപ്പിക്കാവുന്നതാണ്. നമ്മളുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ടൊരു ചെടിയാണ് ബൊഗൈൻവില്ല. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. നമ്മൾ ചട്ടികളിൽ വളർത്തുന്നുണ്ട്, നമ്മൾ താഴെയിൽ നടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടെ സംശയമാണ്, ഈ ബൊഗൈൻവില്ല എന്ന് പറഞ്ഞ ചെടി നെഗറ്റീവായിട്ടുള്ള ചെടിയാണ്, മുള്ളുണ്ട്, അതിന് മുള്ളുള്ളതുകൊണ്ട് നെഗറ്റീവാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റോഡ് വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഈ ബൊഗൈൻവില്ല പോസിറ്റീവാണ് നെഗറ്റീവാണെന്നുള്ളത്. പോസിറ്റീവാണ്. ഹൈ പോസിറ്റീവ് അല്ല, പക്ഷേ ന്യൂട്രലും അല്ല, പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബൊഗൈൻവില്ല വീട്ടിൽ വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് ബൊഗൈൻവില്ല നമുക്ക് വേണമെങ്കിൽ വീടുകളിൽ ചട്ടികളിൽ വെക്കാം, പുറത്തും വെക്കാം, ഒരു പ്രോബ്ലവും കാണിക്കുന്നില്ല ഇവിടെ. നമ്മുടെ വീട്ടിൽ കോമൺ ആയിട്ട് കാണുന്നൊരു ചെടിയാണ് യൂഫോർബിയ. ഈ യൂഫോർബിയ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്യാം പോസിറ്റീവാണോ നെഗറ്റീവാണോ.
യൂഫോർബിയ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മാറ്റിക്കോളൂ. ഇത് നെഗറ്റീവാണ് കാണിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് യൂഫോർബിയ നെഗറ്റീവായിട്ടുള്ള ചെടിയാണെന്ന്. പക്ഷേ ഇപ്പോൾ റോഡിൽ നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നെഗറ്റീവാണ്. നന്നായിട്ട് നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വീട്ടിലുള്ള ഓരോ ചെടികളും നിങ്ങൾക്ക് റോഡ് വെച്ചിട്ട് ഇതുപോലെ നോക്കാവുന്നതാണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി വീട്ടിൽ നിന്ന് നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്നൊക്കെ മാറ്റാൻ സാധിക്കും. കാരണം നിങ്ങളുടെ വീടിൻ്റെ അകത്തൊക്കെ നമ്മൾ ചെടികൾ വെക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ വീടിൻ്റെ അകത്തിരിക്കുന്ന ചെടികളും കൂടി നമുക്ക് റോഡ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് വീട്ടിലെ ഒരു പോസിറ്റിവിറ്റി കൂട്ടാനായിട്ട് ശ്രമിക്കുക. കാരണം നെഗറ്റിവിറ്റി വരുന്നത് ചെടികളിൽ നിന്നാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് റാഡ് ടെസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാം. നമ്മളുടെ വീട്ടിൽ എല്ലാവരും പൈസയും കൊടുത്ത് വാങ്ങുന്ന ചെടികളാണ് കാണുന്നത്. അഗ്ലോണിമ എന്ന് പറയും. ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ഇവിടെ ഇരിപ്പുണ്ട്, 5-6 ഇരിപ്പുണ്ട്. വലിയ വിലയെല്ലാം കൊടുത്ത് നമ്മൾ വാങ്ങി വെക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ എനർജി നമുക്ക് ഒന്ന് നോക്കാം, ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത്. ഇത് പോസിറ്റീവ് അല്ല, ഇത് നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ഇതും അഗ്ലോണിമ തന്നെയാണ്. ഇതിൻ്റെ നോക്കാം, ഇതിന് അതിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ്. ഇത് ക്രോസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ വില കൊടുത്തിട്ട് ഇത്രയും വലിയ സാധനം വാങ്ങുമ്പോൾ ഇത് നെഗറ്റീവാണോ പോസിറ്റീവാണോ നമ്മൾ അറിയാതെയാണ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് മാറ്റണം ഈ ചെടി. കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് എനർജിയാണ് വരിക. അപ്പോൾ ഇവിടെയും കുറച്ച് ചെടികൾ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ നമുക്ക് നോക്കാം. ഇത് കുഴപ്പമില്ല, ഇതിന് പോസിറ്റീവായിട്ടുള്ള ഓറ കാണുന്നുണ്ട്. പിന്നെ അതും നോക്കാം. ഇത് നോക്കാം. ഇതും പോസിറ്റീവാണ്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ വളർത്തുന്നൊരു ചെടിയുണ്ട്, സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. ഈ സ്നേക്ക് പ്ലാന്റിനെ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സ്നേക്ക് പ്ലാന്റ് പോസിറ്റീവാണ്, ഒരു കുഴപ്പമില്ല. സ്നേക്ക് പ്ലാന്റ് ധൈര്യമായിട്ട് വീട്ടിൽ വെക്കാവുന്നതാണ്. ചൈനീസ് ബാമ്പു എന്ന് പറഞ്ഞ ചെടി നമ്മൾ എല്ലാവരും വെക്കുന്നതാണ്. ചൈനീസ് ബാമ്പുവിൻ്റെ ഇതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. വീടിൻ്റെ അകത്ത് ഇൻഡോറായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ചൈനീസ് ബാമ്പു, ലക്കി ബാമ്പു എന്നൊക്കെ പറയും. ഇതിൻ്റെ എനർജി നമുക്ക് നോക്കാം. ഇത് ഹൈ പോസിറ്റീവാണ്. ഈ റാഡ് നമുക്ക് നേരെ ബലം പിടിച്ച് ഞാനിവിടെ വെക്കുന്നു, ബലമായിട്ട് വെക്കുന്നു, കൈവിടുന്നു. കണ്ടോ, പുറകിലോട്ട് കറങ്ങിയണ്ട. ഇങ്ങനെ കറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹൈ പോസിറ്റിവിറ്റി എനർജി ഉള്ള സാധനത്തിനാണ്. അപ്പോൾ ഈ ചെടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ വെക്കാം, എത്ര വേണമെങ്കിലും വെക്കാം. ഇത് നമ്മൾ വെക്കേണ്ടത് വീടിൻ്റെ അല്ലെങ്കിൽ പറമ്പിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലായിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതാണ്, ഉത്തമമായിട്ടുള്ള ചെടിയാണ്. വെറുതെ ഇതിൻ്റെ കൊമ്പ് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് കട്ട് ചെയ്തിട്ട് വെറുതെ കുത്തി കൊടുത്താൽ മതി. മണ്ണിൽ നടാമെന്നോ, ഇങ്ങനെ വെള്ളത്തിൽ നടണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനത്തെ കുപ്പികളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ നടാൻ പറ്റും. അതല്ലെങ്കിൽ വെറുതെ മണ്ണിൽ കുത്തിക്കഴിഞ്ഞാൽ ഇത് മരം പോലെയാവും. മരം പോലെ 2 ആൾ പൊക്കത്തിൽ വളർന്ന് മുകളിലോട്ട് പോകും. അങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കും. ആ ചെടി ഇതാണ് ഇവിടെ നിൽക്കുന്ന ഹൈറ്റ് നോക്കിയാൽ മറിഞ്ഞിരിക്കുകയാണ്, ചരിഞ്ഞിരിക്കുകയാണ്. മഴ പെയ്തപ്പോൾ അത് ചരിഞ്ഞിരിക്കുകയാണ്. നേരെ മഴ മാറുമ്പോൾ നേരെയാവും, ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ എനർജി നമുക്ക് നോക്കാം. ഇത് ഹൈ പോസിറ്റീവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സാധനം പോസിറ്റീവ് എനർജി ഉള്ള സാധനം നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ കറങ്ങി ഇപ്പുറത്തേക്ക് വരികയാണ്. ഇത്രയും മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്നില്ല, റോഡ് അതിൻ്റെ മേലെ നിൽക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ എനർജി അതിൽ നിന്ന് വരുന്നതായ അതിൻ്റെ ഓറ അല്ലെങ്കിൽ അതിൻ്റെ എനർജി റോഡിനെ അടിച്ച് ഇങ്ങോട്ട് തെറിപ്പിക്കുകയാണ്. അത്രയും എനർജിയാണ് ഈ ചൈനീസ് ബാമ്പുവിനുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് കണ്ടതിൽ ഈ ചൈനീസ് ബാമ്പു ആണ് ഏറ്റവും ഹൈ എനർജി ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് അടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പിടിപ്പിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള ഒരുപാട് എനർജി ഇഷ്യൂസ് അതിൽ നിന്ന് മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. നമ്മളെ വീട്ടിൽ വെക്കുന്ന വേറെ ചെടിയാണ് ഈ ചുവന്ന കളറിലെ പന, റെഡ് പാം എന്ന് പറയും. ഇതിൻ്റെ എനർജി നമുക്ക് നോക്കാം. റെഡ് പാമും പോസിറ്റീവാണ്. ഇത് നമ്മളിങ്ങനെ ബലമായിട്ട് റാഡ് വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, വിടുന്നു, പോസിറ്റീവാണ്. അതുമല്ല മണി പ്ലാന്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ മണി പ്ലാന്റ് പോസിറ്റീവാണെന്ന് നോക്കാം. മണി പ്ലാന്റ് ഭയങ്കര പോസിറ്റീവാണ്.
മണിപ്ലാന്റിൻ്റെ അടുത്തേക്ക് നമ്മൾ റോഡ് കാണിക്കുമ്പോൾ തന്നെ അത് തെറിച്ച് പോയിടണ്ട. ഈ മണിപ്ലാന്റ് ഇവിടെ നിൽക്കുന്നത് കാണിച്ചു കൊടുത്തേ. മണിപ്ലാന്റ് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്, പടർന്ന് കയറിക്കോളും. അതും ഇതുപോലെ തന്നെ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലൊക്കെ ആയിട്ട് നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അതങ്ങോട്ട് പടർന്ന് കയറിക്കോളും, നമ്മൊന്നും ചെയ്യണ്ട. അതങ്ങനെ കൂടുതലായിട്ട് പടർന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ഗുണങ്ങൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞു കേട്ടേക്കണത്. അപ്പോൾ അങ്ങനെ ഇത് എൻ്റെ ഭാര്യ കൊണ്ടുവന്ന് നട്ടാണ് ഇവിടെ. ഇപ്പോൾ അത് നന്നായിട്ടത് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചെടികളെല്ലാം പോസിറ്റീവാണ് ആയിട്ടാണ് കാണുന്നത്. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പക്ഷേ ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മളുടെ വീട്ടിൻ്റെ മുമ്പിൽ ഇലഞ്ഞിമരം നിൽക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇലഞ്ഞിമരം ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇലഞ്ഞിമരം എല്ലാവരും പറയും ഇലഞ്ഞിമരം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സാധനമാണ്, വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഉത്തമമാണെന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് റോഡ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം ഈ ഇലഞ്ഞിമരം എങ്ങനെയാണ് ഇതിൻ്റെ എനർജി എന്നുള്ളത്. ഞാൻ ബലമായിട്ട് റോഡിനെ പിടിക്കുകയാണ്, കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് റോഡ് കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ ബലമായിട്ടാണ് ഞാൻ പിടിക്കുന്നത് കേട്ടോ. ഈ ബലമായിട്ട് റോഡ് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നു, ബലമായിട്ട് പിടിച്ചൊക്കെയാണ് കൈ വിടുന്നു. അതായത് നമുക്കിത് പിടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചൈനീസ് താമ്പൂൻ്റെ ഇത് നോക്കി വേണ്ട, ഇതിങ്ങനെ എനിക്ക് നേരെ പിടിക്കണമെങ്കിൽ ബലമായിട്ട് ഇതിനിങ്ങനെ ശക്തിയോട് കൂടിയിട്ട് വേണം ഇങ്ങനെ ഈ വടി ഇങ്ങനെ പിടിക്കാനായിട്ട്. പിടിച്ചിട്ട് വിടുമ്പോൾ തന്നെ കറങ്ങി പോരുകയാണ് കേട്ടോ, കറങ്ങിയാണ് സാധനം. ഇത്രയും ഹൈ എനർജിയാണ്. ഇത് ദൈവിക വൃക്ഷമാണ്, ദൈവിക വൃക്ഷങ്ങളിൽ പെട്ടതാണ്. കണ്ടാ പിടിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഹൈ എനർജി ഉള്ള സാധനമാണ് ഇലഞ്ഞി. കറങ്ങുന്നു, റോഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കണ്ടാ കറങ്ങുന്നു, അത്രയും ഹൈ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലഞ്ഞി മരത്തിൻ്റെ ഒരു പവർ എന്താണ്, ഇതിൻ്റെ ഒരു എനർജി എന്താണ്. അപ്പോൾ ഇതിൻ്റെ പുഷ്പങ്ങൾ വീണ്ടും കാണിച്ചു കൊടുക്കും. ഇതിൻ്റെ പുഷ്പങ്ങൾ ഇങ്ങനെ ഡെയിലി നമ്മൾ രാവിലെ നോക്കുമ്പോൾ മുറ്റത്ത് മുഴുവൻ പുഷ്പങ്ങളായിരിക്കും, നല്ല മണമാണ്. അതുമാത്രമല്ല ഇവിടെ ഇതിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് നമുക്ക് മെഡിറ്റേഷനിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മരം കൂടിയാണ്. ഇതിന് ചുറ്റും ഒരു തറ പോലെയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചുറ്റുമൊക്കെ ഇരിക്കാനായിട്ട് സാധിക്കും. പിന്നെ വീട്ടിൽ അതിൻ്റെ പേരിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉത്തമമാണ്. ഇനി ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട്. ഈ മാവും ഇതുപോലെ നമുക്ക് നോക്കിയേക്കാം. ഇത്രയും ചെടികളൊക്കെ നമ്മൾ നോക്കി മാവിൻ്റെ എനർജി എന്താണെന്ന് അറിയണ്ടേ, മാവ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത്. മാവ് പോസിറ്റീവാണ്, പക്ഷേ ഇലഞ്ഞിയുടെ അത്രയും പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടാ പോസിറ്റീവാണ്, കുഴപ്പമില്ല. ഇതും വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നൊരു മാവാണ്, കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന മാവാണ്. അപ്പോൾ ഇത് ഉത്തമമാണ്. അപ്പോൾ ഉത്തമമായ മരങ്ങൾ എന്തോ ഭാഗ്യം കൊണ്ട് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മാവും ഇലഞ്ഞിയും വന്നിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല, പക്ഷേ അതങ്ങനെ വന്നു. എൻ്റെ നല്ല സമയം കൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. അത് പോസിറ്റീവ് എനർജി ഇവിടെ എനിക്ക് വീട്ടിലേക്കും ഇവിടെ പറമ്പിലേക്ക് കയറി കഴിഞ്ഞാലും അത് ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും വന്ന് കയറുമ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വെറ്റില നിൽക്കുന്നുണ്ട്. ഈ വെറ്റില നമുക്ക് നോക്കാം. വെറ്റില ഞാൻ ഇതൊരു അറിഞ്ഞൂടാ എനിക്ക് വെറ്റില പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. വെറ്റില പോസിറ്റീവാണ്. വെറ്റില പോസിറ്റീവാണ്. നമ്മൾ ഒരു ചെറിയ തളിരലയിൽ നോക്കുമ്പോൾ നല്ല എനർജി കാണുന്നുണ്ട് കേട്ടോ. ഇത് മരുന്നാണ്. ഈ വെറ്റിലയുടെ ഗുണം എന്ന് വെച്ചാൽ ഈ വെറ്റില തളർ വെറ്റില നമുക്ക് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വെറ്റില ഇതിൻ്റെ ഈ തണ്ടും ഈ എൻഡിലുള്ള അതും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കാം. ചവച്ചരച്ച് വെള്ളത്തിൽ വെള്ളം കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ഏത് ദഹനക്കേടും അപ്പോൾ ആ നിമിഷം മാറി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ വെറ്റില നല്ല കഴിക്കാൻ പറ്റുന്ന വെറ്റിലയാണ്. ഈ ഇല നല്ല ഇല ഉള്ളത്. ഇത് പല ടൈപ്പ് വെറ്റിലകൾ വരുന്നുണ്ട്. ഇത് കഴിക്കാൻ പറ്റുന്ന വെറ്റിലയാണ്. അപ്പോൾ ഈ വെറ്റില അറിയാവുന്ന ആളോട് ചോദിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പിടിപ്പിക്കാം. ദഹനത്തിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ വെറ്റില കഴിക്കുന്നത് ഉത്തമമാണ്. ഒരു 2 വെറ്റില ഭക്ഷണം കഴിഞ്ഞിട്ട് ചവച്ചരച്ച് കഴിക്കാം, നല്ലതാണ്.